കൂട്ടുകാരെ, നിങ്ങളുടെ ഫോണിൽ ഒരു ദിവസം, അത് ഏത് ദിവസവും ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസമോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ദിവസമോ ഏത് ദിവസവും ആയിക്കോട്ടെ, ആ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചു, അത് എത്ര സമയം ഉപയോഗിച്ചു, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സെറ്റിങ്സ് ആണ്. നമ്മുടെ ഫോണിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന ഒരു ചെറിയൊരു സെറ്റിങ്സ് ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളിത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഫോണിൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സെറ്റിങ്സ് വഴി നമുക്ക് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അറിവുകൾ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഫോൺ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ ഒരു ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡിജിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഡിജിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഡിജിറ്റൽ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഡിജിറ്റൽ വെൽബീങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ടുഡേ 1 or 24 minutes. അതായത് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ 1 മണിക്കൂർ 24 മിനിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഞാൻ രാവിലെ 7:37 വീഡിയോ ചെയ്യുന്നത്. ആ സമയം വരെ ഞാൻ 1 മണിക്കൂർ 24 മിനിറ്റ് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺലോക്സ്, നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സെറ്റിങ്സ്, പ്ലേ സ്റ്റോർ, യൂട്യൂബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ബാക്കി ആപ്ലിക്കേഷൻസുകളൊക്കെ 0 ടൈംസ് ആണ്. സെറ്റിങ്സ്, പ്ലേ സ്റ്റോർ, യൂട്യൂബ് ഇതൊക്കെ എത്ര സമയം യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഞാൻ സെറ്റിങ്സ് 6 പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പ്ലേ സ്റ്റോർ 3 ടൈംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര സമയം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു എന്ന് നോക്കുന്നതിനായിട്ട് നമുക്കിവിടെ യൂട്യൂബ് തന്നെ നോക്കാം. യൂട്യൂബ് ഞാൻ 3 പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ടൈംസ് ഓപ്പൺഡ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ സ്ക്രീൻ ടൈം എന്ന സ്ക്രീൻ എത്ര സമയം ഓൺ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1 or 18 മിനിറ്റ്, 1 മണിക്കൂർ 16 മിനിറ്റും ഞാൻ ഈ യൂട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ പ്ലേ സ്റ്റോർ ആയിക്കോട്ടെ, പ്ലേ സ്റ്റോർ എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും 3 മിനിറ്റ് ഞാൻ പ്ലേ സ്റ്റോർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതൊരു ആപ്ലിക്കേഷനും എത്ര സമയം നമ്മൾ ഓപ്പൺ ചെയ്തു, എത്ര സമയം നമ്മൾ കണ്ടു, ഇതെല്ലാം നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്തു, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ നിങ്ങൾക്കിവിടെ ടുഡേ എന്ന് കാണാൻ സാധിക്കും. ഡേറ്റ് മാറ്റി നോക്കണമെങ്കിൽ, അതായത് ഇന്നലത്തെ സമയം നോക്കണമെങ്കിൽ നിങ്ങൾ ടൈമിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഡേറ്റ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് ഇന്നലെ സാറ്റർഡേ, ശനിയാഴ്ച എത്ര സമയം ഉപയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ഉപയോഗിച്ച ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ എത്ര പ്രാവശ്യം ഓപ്പൺ ചെയ്തു, എത്ര സമയം നമ്മൾ കണ്ടു, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഓരോ ദിവസവും നമുക്ക് മാറ്റി ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസുകളും ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളും ടൈമും എത്ര സമയവും അതുപോലെ എത്ര പ്രാവശ്യം, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കാണിച്ചു തരുന്ന ഒരു സെറ്റിങ്സാണ് ഇത്. തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കത് കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളിലും എത്രത്തോളം അവരുടെ ഫോണുകൾ എത്രത്തോളം ഉപയോഗിക്കുന്നു, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു എന്നുള്ളതും നമുക്ക് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓരോ ഫോണിൻ്റെ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. എങ്കിലും ഏകദേശമൊക്കെ എല്ലാ ഫോണുകളും ഇതുപോലെ തന്നെയാണ്. ചെറിയ മാറ്റങ്ങൾ ഇതിൻ്റെ ഇൻ്റർഫേസിലുണ്ടാവും. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെറ്റിങ്സും മറ്റു കാര്യങ്ങൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ്. ഇതുപോലുള്ള സെറ്റിങ്സുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.